അറേബ്യ ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ആരംഭിച്ചിട്ട് 14 ദിവസം പിന്നിടുകയാണ്. കനത്ത പ്രതിരോധമാണ് ഇക്കഴിഞ്ഞ 2 ആഴ്ചയും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നടത്തിയത്. ഒപ്പം ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതം സുഗമമായി കൊണ്ടുപോകാനും ഭരണാധികാരികൾക്കായി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഒരു വലിയ മുന്നറിയിപ്പ് ശത്രുക്കൾക്ക് നൽകുകയും ചെയ്തു. الإمارات مغرية، الإمارات جميلة، الإمارات قدوة، لكن أقول لهم لا تغشكم الإمارات. ترى الإمارات يلدها غليظ ولحمتها مرة، نحن ما ننكل وبنقوم بواجبنا تجاه بلادنا وأهلنا ومقيمين في عندنا أهلنا الثانيين. الله يحفظ الإمارات ويحفظ أهلها ويحفظ اللي فيها بالعز والأمان، وأوعد الجميع ترانا بنظهر أقوى. لا شك. UAE സുന്ദരമാണ്, ആകർഷകമാണ്, മാതൃകയുമാണ്. പക്ഷേ അതൊക്കെ കണ്ട് UAE തെറ്റിദ്ധരിക്കരുത്. ഉള്ളിലേക്കിറങ്ങിയാൽ ഞങ്ങൾ ശക്തരാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റിയ ഒരു ഇരയല്ല ഞങ്ങൾ. എന്തൊരു പ്രഖ്യാപനമാണ്! കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളില്ല, പല്ല് കടിച്ചുറങ്ങുന്ന ഭാവങ്ങളുമില്ല. പറയാനുള്ളത് വ്യക്തമായി നിസ്സാരമായി പറഞ്ഞു. ശത്രുക്കൾക്കുള്ള മറുപടി മാത്രമല്ല ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു വെച്ചത്. UAE എന്ന രാജ്യത്തെ വിശ്വസിച്ച് കുടുംബവും കുട്ടികളുമായൊക്കെ കഴിയുന്ന നിരവധി ആളുകൾക്കുള്ള സന്ദേശം കൂടിയാണ്. ജനങ്ങൾ നൽകുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നുള്ള പ്രഖ്യാപനം. الحمد لله رب العالمين. أنا في المستشفى دي جاي أزور 5 ملك عورة في الأحداث اللي صارت. 5 مدنيين، 2 إماراتي، 1 هندي، 1 سوداني، 1 إيراني. هذول كلهم أمانة في الرقبة، وإن شاء الله بيظهرون سالمين غانمين. ഇറാൻ ആക്രമണം ആരംഭിച്ചിട്ട് 2 ആഴ്ചയായി. സാധാരണഗതിയിൽ ഏതൊരു രാജ്യവും അടച്ചുപൂട്ടലിലേക്ക് കടക്കുന്ന സമയം. പക്ഷേ UAE-യിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പ്രത്യാക്രമണമല്ല, പ്രതിരോധം മാത്രം. ഫോണിലൂടെ ലഭിക്കുന്ന കൃത്യമായ അലേർട്ടുകൾ. ആക്രമണം ചെറുത്തു തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതും ജനങ്ങളെ അറിയിക്കും. UAE-യിലെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. വിശ്വാസം വരുന്നില്ലെങ്കിൽ കണ്ടു നോക്കാം. I proudly say Dubai is one of the safest country in this world. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലുള്ള റിഗ സ്ട്രീറ്റിലാണ്. റിഗ സ്ട്രീറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 24 hours നോൺ സ്ലീപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഇപ്പോൾ ദുബായ് റെസിഡൻസിന് പല അലേർട്ട്സ് കിട്ടുന്നുണ്ടെങ്കിലും അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ദുബായ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള അലേർട്ട്സ് തരുന്നത്. ഈ അലേർട്ട്സ് കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ദുബായ് ഗവൺമെന്റ് തന്നെ ഒരു മെസ്സേജ് കിട്ടാറുണ്ട്, നിങ്ങൾ സേഫ് ആണെന്നും നിങ്ങൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തതിലും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്. ഇതാണ് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ്. ജോലിക്ക് ശേഷം
പഴയതുപോലെ തന്നെ കൂട്ടുകാരുമായി ഒന്നിച്ചും ഫാമിലിയായും ചേർന്ന് പർച്ചേസും ഫുഡ് കഴിക്കാനുമായി ഇങ്ങനെയുള്ള സ്ട്രീറ്റുകൾ വന്നു ചേരുകയും പഴയ ലൈവിൽ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്തു. How are you? How is Dubai? All good. Hope family everything is safe. Yeah. How do you feel it? Yeah, good. Yeah. We're living here in Dubai for almost 15 years. Yeah. On and off. But these alerts are all for our safety and Yeah, I mean, it's good to know that our government here in UAE are protecting us. So, yeah. So, we are all safe. so here. that's why we are maintaining the same vibe, same like before, right? Yeah. So, we are just like a normal here. ഈ വൈബിന് കാരണം ഞാൻ ഇന്ന് നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് കൺട്രിയിലാണ്. ഇതാണ് ദുബായ്. ഇതാണ് ദുബായുടെ വൈബ്. ഞങ്ങൾ ഇങ്ങനെ ചായയും കുടിച്ച് സ്വയം പറഞ്ഞ് ഈവനിങ്ങിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനും വലിയ ക്യൂ ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ടെന്ന് ജനങ്ങൾക്കറിയാം. ലഭ്യതക്കുറവുണ്ടാകില്ലെന്ന് സർക്കാരും സ്വകാര്യ കച്ചവടക്കാരും ഒരുപോലെ പറയുന്നു. ലുലു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക വിമാനങ്ങളിലാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത്. ഒന്നിനും ഒരു കുറവുമുണ്ടാകില്ല. റമദാൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റെബിലിറ്റി, ക്വാളിറ്റി സാധനങ്ങൾ സമയാസമയങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആക്കുക എന്ന ചുമതല ബാധ്യത. അതുകൂടാണ്ട് ഒരിക്കലും ഈ റമദാനിൽ പ്രൈസ് കൂടുന്നില്ല, ഞങ്ങൾ കൂട്ടുന്നില്ല. 65% വരെ ഡിസ്കൗണ്ട് കൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. കാരണം റമദാനിൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. മാറ്റിവെച്ചിരുന്ന പല മേളകളും ആരംഭിച്ചു കഴിഞ്ഞു. ഷാർജ എക്സ്പോ സിറ്റിയിൽ ഇപ്പോൾ റമദാൻ നൈറ്റ്സിന്റെ ആഘോഷരാവുകളാണ്. ഭയമേതുമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ ആഘോഷത്തിമിർപ്പിലും. It's quite big participate. They have a lot of people that as you see now, there is a lot of crowded over here. ഇഫ്താർ പാർട്ടികളും സമൂഹ നോമ്പുതുറയുമെല്ലാം ഒരു മുടക്കവുമില്ലാതെ തകൃതിയായി നടക്കുന്നുണ്ട്. വൈകിട്ടോടെ ചെറുകിട കച്ചവടക്കാരും ആക്റ്റീവാകും. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ. ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സുരക്ഷ മുൻനിർത്തിയാണ്. ജനജീവിതം സ്തംഭിക്കുക പോയിട്ട് 10% പോലും നെഗറ്റീവായി ബാധിക്കാൻ പോലും ഒരു ഭരണകൂടവും അനുവദിച്ചിട്ടില്ല. മനക്കരുത്തുകൊണ്ട് ഈ സംഘർഷത്തെയും അതിജീവിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. അതിനൊപ്പം തന്നെ മനുഷ്യരെ ചേർത്ത് പിടിച്ചു നീങ്ങുന്നതിലും ഒരു പിഴവും വരുത്തുന്നുമില്ല. ഈ സംഘർഷ സമയത്ത് മലയാളികൾ ഉൾപ്പെടെ ഏറ്റവും അധികം ചോദിച്ചത് വിമാന സർവീസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. ആദ്യ ദിവസം തന്നെ വ്യോമാതിർത്തി അടയ്ക്കുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ചെറിയ തോതിൽ സർവീസുകൾ ആരംഭിക്കുന്നു. ഇപ്പോൾ വിമാന സർവീസുകളുടെ സ്ഥിതി എങ്ങനെയാണ്? നാട്ടിലേക്ക് പോകാൻ കഴിയുമോ? നാട്ടിൽ നിന്നും തിരിച്ച് മടങ്ങി വരാൻ സാധിക്കുമോ? വിശദമായി നോക്കാം. ഫെബ്രുവരി 28-ന് ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം മുതിർത്തു തുടങ്ങിയപ്പോഴേ
വ്യോമഗതാഗതം താറുമാറായിരുന്നു. എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുകൂടി ആക്രമണം കനത്തതോടെ പ്രവാസികൾ ആശങ്കയുടെ അങ്ങേ തലയ്ക്കെത്തി. വ്യോമാതിർത്തി അടച്ചു. എയർലൈൻസുകൾ സർവീസുകൾ നിർത്തലാക്കി. നിരവധി പേർ എയർപോർട്ടുകളിൽ കുടുങ്ങി. 2 ദിവസമെടുത്തു സ്ഥിതിഗതികൾക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകാൻ. റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന പേരിൽ ചില എയർലൈനുകൾ പ്രത്യേക സർവീസ് നടത്തി. ആശങ്ക പരിഹരിക്കാൻ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സർക്കാർ സംവിധാനങ്ങളും ഒപ്പം നിന്നു. ടൂറിസ്റ്റുകൾക്ക് സൗജന്യ താമസം ഉൾപ്പെടെ ഏർപ്പെടുത്തി. നിലവിൽ ഗൾഫ് മേഖലകളിലെ വിമാന സർവീസുകളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കരിയേഴ്സ് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇതാണ് നമുക്ക് എടുത്തു പറയാവുന്ന 3 എയർലൈനുകൾ അടുത്ത കാലത്തായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യം വന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരേണ്ട ഫ്ലൈറ്റുകളാണ് ഇൻഡിഗോ ആയിക്കോട്ടെ, എക്സ്പ്രസ് ആയിക്കോട്ടെ, സ്പൈസ് ജെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അവർ അവിടെ തന്നെ സ്റ്റക്കായാണ് ചെയ്തപ്പെട്ടത്. ഇവിടുത്തെ എയർലൈനുകൾ എന്ന് പറയുന്നത് UAE കാരിയേഴ്സ്, GCC കാരിയേഴ്സിലെ എയർലൈനുകളാണ് മറ്റൊരു എയർലൈൻസുകളുള്ളത്. ഫ്ലൈ ദുബായും എയർ അറേബ്യയും ഉൾപ്പെടുന്ന എയർലൈനുകൾ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ, അതായത് ഇവിടുത്തെ കാരിയേഴ്സാണ് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടുന്ന് പെട്ടെന്ന് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ എളുപ്പമാകുന്നത്. അതുകൊണ്ട് ഫ്ലൈ ദുബായും എയർ അറേബ്യയും ഒക്കെ തന്നെ ലോ കാരിയേഴ്സ് ആയെങ്കിൽ കൂടി നമ്മുടെ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എയർലൈനുകൾ കൂടുതൽ സർവീസ് നടത്തണം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും എയർ ഇന്ത്യയുടെയും ഭാഗത്ത് നിന്ന് പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് റീപാട്രിയേഷൻ ഫ്ലൈറ്റുകൾ കൂടുതൽ എണ്ണം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. ടിക്കറ്റ് നിരക്കിന് വർധനവുണ്ടായിട്ടുണ്ട്. ഒപ്പം വിമാന സർവീസുകൾക്ക് ഏത് നിമിഷവും മാറ്റമുണ്ടാകും. ഈ സാഹചര്യത്തിൽ ട്രാവൽ ഏജൻസികളെ ആശ്രയിക്കുന്നതാണ് ഉത്തമമെന്നും അദ്ദേഹം പറയുന്നു. എയർലൈനുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് വഴി ചെയ്യുന്നവരാണ്. ഓൺലൈൻ ടിക്കറ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു പാൻഡമിക്കോ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് കോൾ സെൻറ്ററുകൾക്ക് പോലും അത് മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് എയർലൈൻ്റെ കോൾ സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാലും വിളിച്ചു കഴിഞ്ഞാലും ക്യൂ ആണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു സ്വാഭാവികമാണ്. അവർക്ക് അത്രയും ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ സമയത്തൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. കാരണം ആ ട്രാവൽ ഏജൻസിക്ക് എയർലൈനുമായിട്ടുള്ളൊരു കോൺടാക്ട്സ് ഉണ്ടാവും, ഒരു സെയിൽസ് പേഴ്സൺ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇൻഫർമേഷനുകളൊക്കെ കിട്ടുകയും ആ ഏജൻറ്റുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്കതൊരു സ്വീകാര്യമാകുന്നത് എന്നുള്ളതാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കോൾ സെൻറ്ററുകൾക്ക് അത് റിപ്ലൈ ചെയ്യാൻ ഈ സാഹചര്യത്തിൽ സാധിക്കില്ല. ടൂറിസം മേഖലയ്ക്ക് ഇത് സീസണായിരുന്നു. സംഘർഷം സാരമായി തന്നെ മേഖലയെ ബാധിച്ചു. എന്നാൽ തിരിച്ചു വരാനാകുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ വന്ന് പെട്ടവരെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. ടൂറിസ്റ്റുകളായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഫാമിലിയെ കാണാൻ വേണ്ടി കുറഞ്ഞ ദിവസങ്ങളിലേക്ക് വന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ തിരിച്ചു പോകാനാണ്. റമദാനിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഈദിനേക്ക് നാട്ടിലേക്ക് പോകേണ്ട പ്രവാസികൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഇത്. ഈ സമയത്ത് ഓൾറെഡി ഫ്ലൈറ്റിൻ്റെ ഫെയർ കൂടുതലായിട്ട് നമ്മളൊരുപാട് സംസാരിക്കുന്ന വാർത്തകളൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൂടി വരുന്ന സമയത്ത് എയർലൈനെ സംബന്ധിച്ചിടത്തോളം ഫെയർ ഹൈക്കായ ഒരു സീസണാണ് അവർക്ക് നഷ്ടപ്പെടുന്നതും. അത് ഒരു ഡബിൾ എഫക്റ്റ് ആയിട്ടാണ് ഇപ്പം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. അവസരം മുതലെടുത്ത് പറ്റിക്കാൻ കാത്തു നിൽക്കുന്ന വലിയ ഒരു കൂട്ടരുമുണ്ട്. അത്യാവശ്യമില്ലാത്തവർ യാത്ര ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അറേബ്യ ദിസ് വീക്കിൽ ഇനിയൊരു ഇടവേളയാണ്. വേഗം തിരിച്ചു വരാം. റമദാൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സംഘർഷ സമയത്തും ഇഫ്താർ പാർട്ടികളും ഒപ്പം തന്നെ സമൂഹ നോമ്പുതുറയും ഒക്കെ ഒരു തടസ്സവുമില്ലാതെയാണ് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും നടന്നത്. ദുബായ് KMCCയുടെ ഇഫ്താർ വിരുന്നിലെ കാഴ്ചകളാണിനി.
സംഘർഷമുഖത്തും സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. UAE-യിൽ എവിടെ നോക്കിയാലും കാഴ്ചകൾ ഇതൊക്കെ തന്നെ. മസ്ജിദുകളിലെയും ഇഫ്താർ ടെൻറ്റുകളിലെയും ഒക്കെ നോമ്പുതുറ ഒരു മുടക്കവുമില്ലാതെ നടക്കുന്നു. ദുബായ് KMCC-യുടെ ഇഫ്താർ സദസ്സാണ് ഈ കാണുന്നത്. ദേറയിലെ അൽബറാഹ ഈദ്ഗാഹ് ഗ്രൗണ്ട്. ഓരോ ദിവസവും ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന സദസ്സ്. അവർക്കൊക്കെ വേണ്ടുവോളം വിളമ്പി നൽകുന്ന വോളണ്ടിയർമാർ. വർഷങ്ങളായുള്ള കാഴ്ചയാണിത്. ഓരോ തവണയും ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്ന് മാത്രം. 3000-ലധികം പേർക്കാണ് ദിനം പ്രതി ഭക്ഷണമൊരുക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങുന്നതാണ് ഈ വോളണ്ടിയർമാരുടെ അധ്വാനം. ഞങ്ങൾ ഇത് ഏതാണ്ട് 10-20 വർഷമായി. ഞങ്ങൾ അൽബറാഹയിൽ ഞങ്ങൾ ഓഫീസ് തെളിയിക്കുന്ന സമയത്താണ് ഇത് തുടങ്ങുന്നത്. 2014 തോന്നുന്നു. അവിടുന്ന് തുടങ്ങി പിന്നീട് ഓരോ വർഷവും ദൈനംദിനം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഞങ്ങൾ അൽബറാഹയിലായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഏതാണ്ട് 3000-ഓളം ആളുകൾ പെർ ഡേ ഉണ്ടായിരുന്നു. ഇന്ന് ഈ വർഷം അത് 4000-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ എല്ലാ വർഷവും ഞങ്ങളെ സഹായിക്കുന്ന ഇവിടുത്തെ വർത്തക പ്രമുഖന്മാർ, അങ്ങനെയുള്ള കുറേ ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വളണ്ടിയർമാരുടെ സേവനം, അതാണ് ഞങ്ങളുടെ ശരിയായ ബാക്ക് ബോൺ. അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും വിലമതിക്കാനാവാത്ത സേവനമാണ് അവരിവിടെ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, വെറും അരമണിക്കൂർ കൊണ്ട് ഇവിടെ സാധനം വിതരണം ചെയ്യുന്നു, അത് ക്ലീനാക്കുന്നു. ഇതൊക്കെ തന്നെ ഞൊടിയിടയിൽ അവർ ചെയ്യുന്ന ഈ സേവന പ്രവർത്തനം ഒരിക്കലും തന്നെ വിലമതിക്കാനാവാത്ത ഒരു കാര്യം കൂടിയാണ്. ജോലി സമയം കഴിയുന്നതോടെ ടെൻറ്റിലേക്കുള്ള ഓട്ടത്തിലാകും ഇവർ. ഫ്രൂട്ട്സൊക്കെ ഇവിടെ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കി മുറിച്ച് പാത്രങ്ങളിലേക്ക് മാറ്റും. വൈകിട്ടോടെ ബിരിയാണിയോ മന്തിയോ എന്ന നിലയിൽ അന്നത്തെ പ്രധാന ഭക്ഷണമെത്തും. പിന്നീട് തിരക്കോട് തിരക്കാണ്. എത്ര വിളമ്പിയാലും ക്ഷീണിക്കാത്ത മനുഷ്യരാണ് ഇവിടുത്തെ കരുത്ത്. ഞങ്ങൾക്ക് KMCC-യുടെ അണ്ടറിൽ ഞങ്ങൾക്ക് ഇതേമാതിരി സജ്ജമായിട്ടുള്ള 400-ഓളം വളണ്ടിയേഴ്സ് ഉണ്ട്. അതിൽ 120 വളണ്ടിയേഴ്സ് ഒരു ദിവസം നമുക്ക് റെഗുലറായിട്ട് വ്യത്യസ്ത കളറിലായിട്ട്, നമ്മൾ ഹാപ്പിനെസ് ടീം എന്ന് പറയുമ്പോൾ 7 കളറിലായിട്ട് നമുക്ക് ഓരോരോ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതിൽ 120-ഓളം ആളുകൾ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് വന്നിട്ട് അവർ ജോലി കഴിഞ്ഞ് 2:30-3 മണിക്കൂടെ വന്നിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഏകദേശം ഇഫ്താർ കഴിഞ്ഞ് 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അവർ തിരിച്ചു പോകുന്നൊരു സിസ്റ്റമാണ് അവരോടെയുള്ളത്. അവരെല്ലാ വർഷവും നമ്മൾ 14 വർഷമായി ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇഫ്താർ തുടങ്ങിയിട്ട്. അതിൽ കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷമാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം നമുക്ക് 2000-2500 പേരുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 3600, 3700, 4000 വരെ നമ്മൾ പെർ ഡേ ഇവിടെ നോമ്പ് ഉറപ്പിക്കുന്നത്. അവർ 3:30 മണിക്ക് ഇവിടെ എത്തും. 3:30 മണിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ടെൻറ്റിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അത് ഓരോ സെപ്പറേറ്റ് ഓരോ പ്ലേറ്റിലാക്കിയിട്ട് അത് കവർ ചെയ്ത് വെക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ ഫുഡ് നമുക്ക് ഗ്രാൻഡിൻ്റെ കിച്ചൺ ഉണ്ട്. നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീറിൻ്റെ ഗ്രാൻഡിൻ്റെ കിച്ചൺ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കുക്കിനെ കൊണ്ടുവന്ന് നമ്മൾ അരി വാങ്ങി, കോഴി വാങ്ങി, എല്ലാ സാധനവും നമ്മൾ തന്നെ വാങ്ങിച്ച് നമ്മളെ കിച്ചണിന് വളരെ നല്ല രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഈ വർഷം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 4:30-യോടെ തന്നെ ടെൻറ്റിലേക്ക് ആളെത്തി തുടങ്ങും. നീട്ടി വിരിച്ച വിരിപ്പിൽ ഇരുഭാഗങ്ങളിലുമായിരുന്ന് പ്രാർത്ഥന ആരംഭിക്കും. ആദ്യം ഒരു വരിയിലൂടെയാണ് ആളുകളെ കടത്തിവിടുന്നത്. എന്നാൽ പിന്നീട് തിരക്ക് കൂടുന്നതോടെ ഇത് 2ഉം 3ഉം വരിയൊക്കെ ആക്കി മാറ്റും. ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ നാട്ടിലെയും മനുഷ്യർ ഒന്നിച്ചിങ്ങനെ ബാങ്കിനായി കാത്തിരിക്കും.
ബാങ്ക് കേട്ടാൽ പിന്നെ നോമ്പുതുറയായി. തൃപ്തിയോടെയല്ലാതെ ആരും ഈ ടെന്റിൽ നിന്ന് മടങ്ങാറില്ല. ഇപ്രാവശ്യം ഞങ്ങൾ ഈദ് മുസല്ലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം ആളുകൾ വരുമെന്നുള്ളതും അതും വ്യത്യസ്ത നാടുകളിലെ ജനങ്ങൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റിയെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒറ്റ സംഘടന എന്ന് പറഞ്ഞാൽ അത് KMCC ആണ്. ഇത്രയും വലിയ ഒരു നോമ്പുതുറ ഈ ദുബായിൽ നിന്നെല്ലാം ലോകത്ത് എവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ സംശയമാണ്. അതും ഒരു ദിവസം 2 ദിവസം അല്ല, 30 ദിവസമാണ് നമ്മളിത് പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ, ഞങ്ങൾ തുടങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ ഏകദേശം 2500 ഇവിടെ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ തോന്നി ഇത് മതിയാവില്ല എന്ന്. പിന്നെ ഓരോ ദിവസവും ഞങ്ങൾ അതിനെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുപോയി 4000-ൻ്റെ ആളുകളായി. അത് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ആളുകൾ കൂടിയാലും ഞങ്ങൾ പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ കണ്ടെയ്നറിലാക്കി എല്ലാവരും കയ്യിൽ കൊടുത്തു. കാരണം നിർത്തിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ നമുക്കറിയാം, ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ ആളുകളൊക്കെ പിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് അവർ നമ്മോട് പറയുന്നത്. അതിനെ നമ്മൾ പിന്നെന്താ പറയുക, അതിൻ്റേതായ രൂപത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ആ ദിവസം 2-3 ദിവസം ഞങ്ങൾ അത് കണ്ടെയ്നറിലാക്കി ഓരോരുത്തർ കയ്യിൽ കൊടുത്ത് അവർ സന്തോഷമായി യാത്ര അയച്ചു. അതിനെ നമ്മൾ ചെയ്തു. അല്ല നിർത്തിയിട്ട് വെച്ചിട്ടില്ല. ഒരൊറ്റ ദിവസം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും തുടർന്ന് പോയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 12 മണി മുതൽ, ഉച്ചയ്ക്ക് 12 മണി മുതലാണ് നമ്മുടെ വോളണ്ടിയേഴ്സ് ഗ്രൗണ്ടിലേക്ക് എത്താറ്. അതിൽ നൈറ്റ് ആളുണ്ടാവും, മോർണിംഗിൽ കഴിയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാർ പല രീതിയിലാണ് വരുന്നത്. അതായത് നൈറ്റുള്ളവർ ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ നമ്മുടെ ടെൻറ്റിലെത്തും. അതിന് ശേഷം ഇങ്ങനെ ഡ്യൂട്ടി കഴിയുന്നതിനനുസരിച്ച് 12 മണിക്ക് കഴിയുന്നവരുണ്ട്, 1 മണിക്ക് കഴിയുന്നവരുണ്ട്. അങ്ങനെ അതിന് അഡീഷണലായിട്ട് അവസാനം 4 മണീൻ്റെ ഉള്ളിലായിട്ട് 120 വോളണ്ടിയേഴ്സ് നമ്മൾ സജീവമായിട്ട് നമ്മുടെ ഈ ഈദ്ഗാഹിൻ്റെ ഇഫ്താർ ടെൻറ്റിലേക്ക് എത്തും. ഇത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയതല്ല. വോളണ്ടിയേഴ്സിന് പ്രത്യേക ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. 2012 മുതൽ അൽബറഹ കുവൈത്ത് ഹോസ്പിറ്റലിന് മുമ്പിൽ തുടങ്ങിയതാണ്. ഏകദേശം ഇപ്പോൾ 10-15 വർഷമായിട്ട് തുടർച്ചയായിട്ട്, അതിൽ 1-2 വർഷം മാത്രം കോവിഡിൻ്റെ സമയത്ത് നമ്മളങ്ങനെ ചെയ്യാണ്ട് വന്നിരുന്നു. അത് നമ്മൾ അവരെ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് വണ്ടി മുഖാന്തരം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇതുമുണ്ടായിരുന്നു. നമസ്കരിക്കാനുള്ള സൗകര്യവും ടെന്റിൽ ഒരുക്കിയിട്ടുണ്ട്. ശേഷം ചായ കൂടി കുടിച്ചാണ് മടക്കം. അടുത്ത വർഷം ഇതിലും വിപുലമായി ഇഫ്താർ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ദുബായ് KMCC തുടങ്ങിക്കഴിഞ്ഞു. എത്ര വിളമ്പിയാലും തളരാത്ത കൈകൾ അനേകമുള്ളപ്പോൾ 10 മടങ്ങ് ഗംഭീരമായി അത് നടക്കുമെന്ന് ഇവർക്കുറപ്പാണ്. അറേബ്യ ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം.